പത്രസമ്മേളനം നടത്താനും അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാൻ ഒട്ടും ആഗ്രഹിച്ചല്ല. നീ എപ്പോഴും ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞ് വഷളാകണ്ട എന്ന് പറയാതിരിക്കുന്നതന്നെ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ UDF ഇട്ടതല്ല. എന്നെ മൃഗീയമായി എന്നെ അപമാനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അപമാനിച്ച് നിങ്ങൾ അപമാനത്തെക്കാളൊക്കെ പലവട്ടം പറഞ്ഞാൽ ഞാൻ ഒഴിവായി. ഞാൻ കാരണം ഇനി UDF അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മോൻസിനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ ഒഴിവായി മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിരന്തരമായി ഇങ്ങനെ നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഓരോരുത്തർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ കടുത്തുരുത്തി MLA എക്സിക്യൂട്ടീവ് മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജും സംയുക്തമായിട്ട് എനിക്കെതിരെ ആക്ഷേപം പറഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിക്കെതിരെ ഒന്നും പറയുന്നു വിചാരിച്ചു. സ്ഥാനാർത്ഥിക്കെതിരെ ആദ്യം വേണ്ടി ഞാനത് ഒന്ന് പ്രസംഗിച്ച ആളാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് മോൻസ് ജോസഫ് ഇന്നലെ പറഞ്ഞത് പഞ്ചക്കടവിന് വേണമല്ല പഞ്ചായത്ത് സീറ്റ് കൊടുക്കാമെന്നാണ്. മോൻസിന്റെ പഞ്ചായത്ത് സീറ്റ് എനിക്ക് വേണ്ട. മോൻസിന് അറിയത്തില്ലേ പറയാം. ഞാൻ 2000 കരൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകുകയും ചെയ്തയാളാണ്. 2005 ലാലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ലാലം ബ്ലോക്ക് പ്രസിഡന്റാകുകയും ചെയ്തയാളാണ്. 2010 ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ച, അതായത് 3.25 പഞ്ചായത്തിലാണ് ഞാൻ വിജയിച്ചത്. എനിക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വിജയിച്ച ആളാണ്. അപ്പം എനിക്ക് മോൻസ് ജോസഫിന്റെ പഞ്ചായത്ത് സീറ്റ് എനിക്ക് ആവശ്യമില്ല. അത് നിങ്ങൾ ആർക്കാണ് കൊടുക്കുക. അപ്പം നിങ്ങൾ എനിക്ക് മോൻസ് ജോസഫ് ഒറ്റ കാര്യം പറയണം. മോൻസ് ഭാഗ്യമല്ല, KM മാണി സാർ കാരണം അദ്ദേഹം MLA ആയി. മാണി സാർ മാണി ജേക്കബ് പിളർപ്പുണ്ടായപ്പോൾ PC തോമസ് എന്ന് പറയുന്ന CPയുടെ ആളിനെ സ്വതന്ത്രനായി അവിടെ മത്സരിപ്പിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥാനാർത്ഥിയെ നമ്മുടെ PM മാത്യുവിനെതിരെ സ്വതന്ത്രനായി മത്സരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബദ്ധത്തിൽ MLA ആയിപ്പോയി. ചില കാശ് ഉണ്ടാക്കി ഒരു പ്രാവശ്യം മന്ത്രിയായതുകൊണ്ട് ബാക്കിയുള്ളവരത് മുഖത്തേക്ക് കയറാൻ വരണ്ട. നിങ്ങളുടെ അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് ചിലവാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ പുള്ളിയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. എന്നെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആക്കാനും ഒന്നും വളർത്താനും നിങ്ങൾ MLA ആക്കിയല്ലോ കഴിഞ്ഞ പ്രാവശ്യം, ആക്കിയില്ലോ 2 പ്രാവശ്യം. അപ്പൊ നിങ്ങളുടെ അവതാരം എനിക്ക് വേണ്ട. പിന്നെ ഈ മഞ്ഞക്കടമിന് UDF എല്ലാ സാധനങ്ങളും കൊടുത്തു. മഹാന് എന്നായിരുന്നു മഹാന് ഇവിടെ ജനാധിപത്യ കേരള കോൺഗ്രസുമായി ഇടതുപക്ഷ ജനാധിപത്യം നിൽക്കുമ്പോഴാണ് ഞാൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി. ആ സമയത്താണ് ഞാൻ UDF ജില്ലാ ചെയർമാനായത്. അദ്ദേഹം പറയാ UDF അദ്ദേഹത്തിന് എല്ലാം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഫ്രാൻസിസ് ജോർജ് LDF നിൽക്കുമ്പോൾ ഞാൻ UDF ആയിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് കൂടുതൽ വളരാൻ വേണ്ട. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇടുക്കിയിൽ നിന്നുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇടുക്കിയിൽ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ച ആൾ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ പഴയ ആത്മ സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു മത്സര തൊഴിലാളിയാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. ഏത് മുന്നിലെ ആളിലും മത്സരിക്കണം. മത്സരിച്ച് പാവപ്പെട്ട ആളുകൾ അവരുടെ പോക്കറ്റിലെ പൈസ മുടക്കി പ്രവർത്തിക്കും. ഇങ്ങനെ പണപ്പെരുമായിട്ട് നടക്കും. അവസാനം അദ്ദേഹം പണമായിട്ട് വീട്ടിൽ പോകുന്നതാണ് പറഞ്ഞത്.